ഇവിടയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ്. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ മെയിനായിട്ട് നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഉക്രൈനെ പഞ്ഞിക്കിടുകയാണ്. അതാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂറോപ്യൻ യൂണിയൻ ഒരു സൈഡിൽ, അതേപോലെ തന്നെ സെലൻസ്കി അമേരിക്കയുമായിട്ട് ഓൺലൈനിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ചർച്ചയൊക്കെ നടത്തിയിട്ട് അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവുമായിട്ടാണ് ചർച്ച നടത്തിയത്. ട്രംപ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് സെലൻസ്കിയുമായിട്ട് ഞാൻ ഒരു തരത്തിലുള്ള മീറ്റിങ്ങിനും ഇപ്പോൾ പെർമിഷൻ കൊടുക്കുന്നില്ല. സെലൻസ്കി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് സെലൻസ്കി പ്രൊപ്പോസ് ചെയ്ത ഈ പ്ലാനിൽ സൈൻ ചെയ്താൽ മാത്രമാണ് ബാക്കി ചർച്ച. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സെലൻസ്കിയെ കാണേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് സെലൻസ്കി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. ആ മീറ്റിങ്ങിൻ്റെ ഫുട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. മീറ്റിംഗ് അറേഞ്ച് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് പിന്നെ സെലൻസ്കിയുടെ കൂട്ടാളികളുണ്ടല്ലോ, ഇമ്മാനുവൽ മാക്രോൺ, അതേപോലെ കീർ സ്റ്റാർമർ, മേഴ്സ് ഫ്രെഡറിക്, അതേപോലെ യൂറോപ്യൻ യൂണിയനിൽ അൺഎലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഉർസുല വാണ്ടർലൈൻ, ഇതേപോലത്തെ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ ഓൺലൈനിൽ വിളിച്ച് വരുത്തി സെലൻസ്കി പറയുക, എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇത് സമ്മതിക്കേണ്ടി വരുന്നു, കാരണം ആ രീതിയിലുള്ള പ്രഷറാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സെലൻസ്കി ഇപ്പോൾ ഈ ഒരു ഡീലിൽ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെലൻസ്കിയെ ഉക്രൈൻ്റെ ഉള്ളിൽ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കറപ്ഷൻ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് ചേർക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ രീതിയിൽ അമേരിക്ക പ്രഷർ ഇടുന്നുണ്ട് സെലൻസ്കിയുടെ മേളിൽ. അപ്പോൾ സെലൻസ്കി ആകെ കൂടി ഞാൻ ഇതിന് മുമ്പുള്ള റഷ്യ ഉക്രൈൻ അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എനിക്കെതിരെയുള്ള അന്വേഷണം, അതായത് അമേരിക്കയിൽ നിന്നും കിട്ടിയ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ സെലൻസ്കി എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഒരു 100 ദിവസത്തെ ടൈം കിട്ടും സെലൻസ്കിക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. ഈ 100 ദിവസത്തെ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ടൈമായിട്ടാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിച്ച് യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടൊക്കെ സെലൻസ്കി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയന്, പ്രത്യേകിച്ച് മാക്രോൺ, ഇതേപോലെ കീർ സ്റ്റാർമർ, ഇവർക്കൊന്നും, കീർ സ്റ്റാർമർ ആണെങ്കിൽ ഇന്നലെ UK പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തി, റഷ്യ മിസൈലുകൾ ഒരിക്കലും നിലയ്ക്കാൻ പോകുന്നില്ല, അത് UK ഒരു ഭീഷണി തന്നെയാണ് എന്നാണ് UK പാർലമെന്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കമന്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉക്രൈൻ യുദ്ധം മാത്രമല്ല, ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിന്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് യൂറോപ്പ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടരെ കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്കിത് സമ്മതിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ള രീതിയിലാണ് സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഇതിനകത്ത് 175 ബില്യൺ ശരിക്കും അർജന്റായിട്ട് തന്നെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതായത് റഷ്യയുടെ പക്കൽ നിന്നും പിടിച്ചു വെച്ചിരിക്കുന്ന ഈ അസറ്റ് ഉണ്ടല്ലോ, റഷ്യയുടെ അസറ്റ്, അതായത് ഇവർ മോട്ടിച്ച് വെച്ചിരിക്കുന്ന അസറ്റ്, അതിൽ നിന്നും 175 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം. കാരണം ഇത് ട്രംപിനിട്ട് കൊടുക്കുന്ന ഒരു പണിയാണ്. കാരണം ട്രംപ് പറഞ്ഞല്ലോ 100 ബില്യൺ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി, ബാക്കിയുള്ള എമൗണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ജോയിന്റ് വെഞ്ചറായിട്ട് ഒരു ഫണ്ട് രൂപീകരിച്ച് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനൊരു പാര പണിയുന്ന രീതിയിൽ മാക്സിമം എമൗണ്ട് റഷ്യയുടെ അസറ്റ് തന്നെ അത് ലിക്വിഡേറ്റ് ചെയ്ത് 175 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ എത്തിയത്. പക്ഷേ ആ സമയത്ത് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ നിന്നും പല നേതാക്കളും ഇപ്പം ഇതിനെതിരെയുള്ള അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, സെലൻസ്കി ഇതേപോലെ കറപ്ഷൻ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ സെലൻസ്കി ഓപ്പൺ ആയിട്ട് അമേരിക്ക എടുത്ത് ചോദിച്ചിരിക്കുകയാണ്, എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പാടില്ല. യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പക്കൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ബൈഡനെ ചെന്ന് കാണുന്നതും, ബൈഡൻ എന്തോ പേരക്കുട്ടിക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നത് പോലെ കുറച്ച് പൈസകൾ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊന്നും പാടില്ല, പ്രത്യേകിച്ച് പൈസയായിട്ട് തന്ന ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കരുത് എന്നാണ് സെലൻസ്കി ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വളരെയധികം യൂറോപ്യൻ യൂണിയനിൽ ചർച്ചയാവുന്നുണ്ട്. കാരണം ഈ രീതിയിൽ പെരുമാറുന്ന സെലൻസ്കിക്ക് നമ്മൾ എങ്ങനെ പൈസ കൊടുക്കും? ഇതിപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പൊതുവിലെ സെലൻസ്കിയുടെ അടുത്ത് ഭയങ്കര ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞാലും ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും ഇപ്പോൾ ഡൗട്ടാണ്. അതാണ് ഇപ്പം റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. ഇതിനകത്ത് സെലൻസ്കിയുടെ മേളിൽ കടുത്ത സമ്മർദ്ദമാണ്. ഇതിനിടയ്ക്ക് രഹസ്യമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും പുടിനും ഒരു ടെലിഫോൺ കോൾ സംസാരിച്ചതായിട്ടുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. കോൺഫിഡൻഷ്യലായിട്ട് മീറ്റ് ചെയ്തു എന്ന് വരെ പല പത്രങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ രഹസ്യമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അമേരിക്ക റഷ്യയുടെ മുന്നിൽ പത്തി താഴ്ത്തിയിരിക്കുകയാണ്. അതായത് റഷ്യയുമായിട്ട് വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെക്കുറിച്ച് പൊതുവിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഈ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ റഷ്യ നല്ല രീതിയിൽ അഗ്രസീവായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്ന് ഒരു സാധനം ഇനി പ്രതീക്ഷിക്കേണ്ട, അത് ടോമഹോക്സ് ആയാലും ശരി തന്നെ ഒരു മിസൈലുകൾ ഞങ്ങൾ തരാൻ പോകുന്നത്. അതുകൊണ്ട് മാന്യമായിട്ട് ഈ ഒരു ഡീലിൽ ഒപ്പുവെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്, എല്ലാവർക്കും നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു താക്കീത് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ അതാണ് ഇപ്പോൾ നിലപാട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു നീണ്ട പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കും, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു യുദ്ധം തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് ഒരുപാട് പോയിന്റുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നലെ ഉക്രൈൻ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ വീണ്ടും നടത്തിയിരിക്കുകയാണ്. ഒരു എയർബോൺ ത്രെട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, റഷ്യയുടെ തന്നെ. ലേസർ ടെക്നോളജി ഇൻബിൽഡ് ചെയ്ത ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നത്.
അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ റഷ്യക്കുള്ളിൽ ഒരു എയർബേസ്, വലിയൊരു എയർബേസ് അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. റഷ്യക്കുള്ളിൽ ഉക്രൈൻ തുടരെ അഗ്രസീവായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റഷ്യ കൂടുതൽ അഗ്രസീവായിട്ട് ഇങ്ങോട്ട് കയറി അടിക്കുകയും അതിനെ ഒരു അവസരമായിട്ട് കാണിച്ചുകൊണ്ട് കണ്ടോ ഇങ്ങനെയാണ് റഷ്യ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഉക്രൈന് തൽക്കാലം ഈ ഒരു ഡീലിൽ സൈൻ ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ വലിച്ചു നീട്ടാൻ പറ്റുമോ എന്നുള്ളൊരു അവസരം നോക്കുകയാണ്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എപ്പോഴും സെലൻസ്കി ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പീസ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അടി തുടങ്ങും. അതിനുവേണ്ടി കുറച്ച് സ്റ്റോക്ക് പൈൽസ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട നിലവിലെ ഡെവലപ്മെന്റ്സ്. ഇനി നമ്മൾ നേരെ ഹോങ്കോങ്ങിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പുലർച്ചെ മുതൽ ഒരു വലിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് 8 റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ട് അവിടെ, 8 ബ്ലോക്ക്, അതിലായിട്ട് 2000 ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി ആ രീതിയിൽ മാസീവ് ആയിട്ടുള്ള, ഇപ്പോൾ ചൈനയിലും ഈ ഹോങ്കോങ്ങിലേക്ക് ഇതേപോലെ മാസീവ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ട്, ഇതേപോലെ അപ്പാർട്ട്മെന്റ് സമുച്ചയം. അങ്ങനെ ഹോങ്കോങ്ങിൽ ഇങ്ങനെ 2000 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു യൂണിറ്റ് 8 ബ്ലോക്ക് ഉള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് നിന്ന് കത്തുന്നത് പറഞ്ഞാൽ ഇന്നലെ പുലർച്ചെ കത്തി തുടങ്ങിയത് ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. പല രീതിയിലും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഈ ഒരു തീ കെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വല്ലാത്തൊരു ചാലഞ്ച് സൃഷ്ടിക്കുകയാണ്, കാരണം അത്രമാത്രം ഭീമാകരമായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ആ രീതിയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 8 ബ്ലോക്കും കത്ത് കാണുന്നത്. നിരവധി ഫാമിലി മെമ്പേഴ്സ് ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ആക്ച്വൽ കാഷ്വാലിറ്റി ഇനി ഇപ്പോൾ എത്രയാണെന്നുള്ളത് ഇത് പൂർണ്ണമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇങ്ങനൊരു തീപിടുത്തം ഹോങ്കോങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പുടിൻ ആണെങ്കിൽ കിർഗിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിർഗിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അമേരിക്ക ഇറങ്ങി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അമേരിക്ക പലതരത്തിലും സെൻട്രൽ ഏഷ്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അമേരിക്ക ഈ ഒരു സെൻട്രൽ ഏഷ്യയിൽ പദ്ധതി ഒരുക്കുന്നത്? റഷ്യ സെൻട്രൽ ഏഷ്യൻ മേഖലയിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു പിടിപാട് വേണം എന്നുള്ള രീതിയിൽ ഇപ്പം പല രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായിട്ട് കിർഗിസ്ഥാനിലുള്ള എയർബേസ്, ഐനി എയർബേസ് നമ്മൾ റഷ്യക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പം കിർഗിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നത്. പല പത്രങ്ങളും പല തരത്തിലുള്ള നറേറ്റീവ്സ് ആണ്. ബ്ലൂംബർഗ് പോലത്തെ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് പറഞ്ഞാൽ റഷ്യക്ക് അൾട്ടിമേറ്റ് വിജയമാണ്, ഉക്രൈൻ ഇതിൽ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ബ്ലൂംബർഗ് പോലത്തെ മാധ്യമങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അതേസമയം വാൾ സ്ട്രീറ്റ് ജേർണൽ പോലത്തെ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് റഷ്യ അപ്പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് ഒരു രീതിയിലുള്ള ഇംപ്രൂവ്മെന്റും അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല, കൂടുതൽ സ്ഥലങ്ങൾ കയറി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റഷ്യയുടെ ഒരു പരാജയമാണ് എന്നുള്ള നിലയിലൊക്കെ വാൾ സ്ട്രീറ്റ് ചാനൽ ഇതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 പ്രൊവിൻസുകൾ ഇപ്പം റഷ്യയുടെ പക്കലാണ്. ഏതാണ്ട് ഈസ്റ്റേൺ സൈഡിലുള്ള ഉക്രൈൻ മൊത്തത്തിൽ റഷ്യ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ അൾട്ടിമേറ്റ് വിജയം അമേരിക്കയ്ക്കാണ്. അത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്താണ് അമേരിക്കയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത്. എല്ലാ മേഖലകളിലും നേട്ടം കൊയ്യുന്നത് അമേരിക്കയാണ്. ഉക്രൈൻ്റെ ഉള്ളിൽ, ഫ്രാൻസിന്റെ ഉള്ളിൽ ഭയങ്കര പ്രതിഷേധം. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ എമിഗ്രന്റ് യുവമാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. രാത്രിയിലായാലും ശരി തന്നെ, പകലിലായാലും ശരി തന്നെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനസ്സമാനത്തോടു കൂടി. അതാണ് ഇപ്പോൾ പ്രശ്നം. സ്ത്രീകൾ ഒരുപാട് പരാതി ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകൾ മൊത്തം ഇന്ന് ഫെമിനൈൻ പ്രൊട്ടസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേട്, സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഫ്രാൻസിൽ നടന്നത്. ബ്രസീലിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള ബോൾസനറോയ്ക്ക് 28 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ട്രയൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു, പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കേസ് നടത്തിയപ്പോൾ ട്രയൽ പൂർത്തിയായി. ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് 28 വർഷം കഠിന തടവ്. 2022 ബോൾസനാറോയാണ് ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ പോലീസിനെയും മിലിറ്ററിയെയും വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ കുറെ കളി കളിച്ചാൽ ആ കളിക്ക് വേണ്ടിയിട്ട് കിട്ടിയ ഒരു ശിക്ഷയാണ് ഇപ്പോൾ ഇതെന്നാണ് പറയുന്നത്. കുറച്ച് ഫൈനാൻഷ്യൽ അലിഗേഷൻസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പൊളിറ്റീഷ്യനാണ്, ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 28 വർഷം ബോൾസനാറോ അകത്ത് കിടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 വർഷം ക്ലീൻ ഹാൻഡ് ആയിട്ട് ലുല തുടരണം, എന്നാൽ മാത്രമേ ബോൾസനാറോ അകത്ത് കിടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ റെജീം ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ബോൾസനാറോയ്ക്ക് തീർച്ചയായിട്ടും പുറത്തു വരാം, അതിനുള്ള സാഹചര്യത്തിന് വഴിയൊരുങ്ങും. പക്ഷേ ഇതിനേക്കാളെല്ലാം ഒരു അധോഗതി എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനാണ്. ഏതോ പുറം രാജ്യത്ത് നിന്ന് കിട്ടിയ 2-3 ഗിഫ്റ്റുകൾ വിറ്റു, പിന്നെ ലാൻഡ് ടാക്സിന്റെ ചെറിയ ഇഷ്യൂ, ഇങ്ങനെയൊക്കെ 2-3 ചെറിയ ഇഷ്യൂ വെച്ചുകൊണ്ടാണ് ഇമ്രാൻഖാനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അസീം മുനീർ അടുത്ത 10 വർഷത്തേക്ക് പുള്ളിയുടെ ആ ഒരു ഇമ്പീരിയൽ സ്റ്റൈൽ ഓഫ് റൂളിംഗ് പാകിസ്ഥാനിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പം ഇമ്രാൻഖാന് നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. കാരണം വേറൊന്നുമില്ല, ഇനി 10 വർഷം കൂടി അകത്ത് കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിൽ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ. ആ രാജ്യത്തിന് ഒരു വേൾഡ് കപ്പ് സമ്മാനിച്ച ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഇമ്രാൻഖാൻ. ആ ഇമ്രാൻഖാനാണ് ഇന്ന് ഏതോ പുള്ളിക്ക് കിട്ടിയ ഗിഫ്റ്റ് 2-3 വിറ്റു എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ എന്തോ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ പുള്ളി പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അടുത്ത ചൈനയുമായിട്ട് ഒരു വിഷയമാണ്. ചൈന ഒരു പുതിയ വേൾഡ് ഓർഡർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഡെമോക്രസിയെ വേണ്ട എന്നുള്ള നിലയിൽ 2-3 രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് റഷ്യ ഒരു സൈഡിൽ ഓൾറെഡി ഉണ്ട്, അതേസമയം ഈ നോർത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങളെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ വേൾഡ് ഓർഡർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു
അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ചൈനയെ ലക്ഷ്യമിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്ക തീർച്ചയായിട്ടും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ടീമല്ല. ചൈനയുടെ അടുത്ത് ഫോൺ കോൾ സംസാരിക്കും, ചൈന വിസിറ്റ് ചെയ്യുമെന്ന് പറയും, ഇതെല്ലാം പറയും. എന്നിരുന്നാലും അവരുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ചൈനയാണ്. കാരണം ചൈന അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്. എക്കോണമിയിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയൊക്കെ ഒരുപാട് ഫാർ ബിഹൈൻഡ് ആണ്. അപ്പം അതുകൊണ്ട് ചിലരൊക്കെ ഇരുന്ന് ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം വന്നു കഴിഞ്ഞാൽ, അതായത് ചൈനയും അമേരിക്കയും തമ്മിൽ അടുപ്പം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഭയങ്കര പണിയാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ചില സോക്കോൾഡ് മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഇവിടെ അമേരിക്കയ്ക്ക് മോണോപോളി ഉണ്ട്, അതേപോലെ ചൈനയ്ക്ക് മോണോപോളി ഉണ്ട്. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതിനകത്ത് AI ബബിൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ AI-യുടെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലിനെ വെച്ചുകൊണ്ടുള്ള ഒരു ചീറ്റിംഗ് പരിപാടി. അതായത് AI എന്ന് പറഞ്ഞ ആ ഒരു സാധനം, അതായത് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു അഗ്രസീവ്നെസ്സോട് കൂടിയുള്ള ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സുകൾ നടക്കുന്നില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കോണം, AI എന്ന് പറഞ്ഞ ഈ ഒരു ChatGPT ഉണ്ട്, ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനി, സാം ആൽറ്റ്മാൻ നടത്തുന്ന ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ അവർക്ക് കിട്ടുന്ന ഇൻകമിൽ നല്ലൊരു ശതമാനം ഈ ഓപ്പൺ AIയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഓപ്പൺ AI എന്ന് പറഞ്ഞ ഈ സാം ആൽറ്റ്മാന്റെ കമ്പനി ഈ പൈസ മേടിച്ചുകൊണ്ട് വീണ്ടും ചിപ്പ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. എവിടെ? ഈ NVIDIAയിൽ നിന്നും അതേപോലെ ഈ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളിൽ നിന്നും ഈ ചിപ്പ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബബിളാണ്. ഇങ്ങനെ ഈ ബബിൾ ഇങ്ങനെ ഊതി പെരുപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു സർക്കുലർ മോഷൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് NVIDIA ചിപ്പ് വിറ്റ് പൈസ ഉണ്ടാക്കും. ആ പൈസ ആൽറ്റ്മാന്റെ കമ്പനി ആയിട്ടുള്ള ChatGPTയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഓപ്പൺ AIയിൽ. അവർ ആ പൈസ വാങ്ങിച്ച് വീണ്ടും ഇതേപോലെ ഇന്റൽ പോലത്തെ കമ്പനികൾ, അതേപോലെ NVIDIA പോലത്തെ കമ്പനികളിൽ നിന്ന് ചിപ്പ് വീണ്ടും പർച്ചേസ് ചെയ്ത്. ഓപ്പൺ AIക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചിപ്പിന്റെ ആവശ്യം വരുന്നത്? കാരണം വെച്ചാൽ അവർ വലിയ രീതിയിലുള്ള ഡേറ്റാ സെന്റർ പണി. ഡേറ്റാ സെന്ററിന് AI-യുടെ ചിപ്പിന്റെ ആവശ്യമുണ്ട്. കാരണം ഡേറ്റ പ്രോസസ് ചെയ്യണമല്ലോ. വീക്ക്ലി ബില്യൺ കണക്കിലുള്ള ആൾക്കാരാണ് ഈ ChatGPT പോലത്തെ ആപ്പ് സന്ദർശിക്കുന്നത്. പക്ഷേ അതിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ ജെമിനൈ ഇന്ന് വല്ലാത്ത രീതിയിൽ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിക്ചറൊക്കെ വളരെ 3-4 സെക്കൻഡ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്ത് ജെമിനൈ പുറത്തിറക്കുന്നത്. കാരണം അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് കമ്പയർ വിത്ത് ഓപ്പൺ AI. ശരിക്കും ഓപ്പൺ AIക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഗൂഗിളിന്റെ ജെമിനൈ എന്ന് പറയുന്നത്. അതിപ്പം ശരിക്കും ഓപ്പൺ AIയുടെ മാർക്കറ്റിനെ കടത്തിവെട്ടുന്ന രീതിയിൽ ജെമിനൈ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സിന് ഒരു ഗുണമില്ല. കാരണം വെച്ചാൽ ഈ കമ്പനികളെല്ലാം തന്നെ ഇവരുടെ വാല്യൂ പെരുപ്പിച്ച് കാണിക്കുക. ഇവരുടെ കമ്പനികൾ ഭയങ്കരമായിട്ട് ഏൺ ചെയ്യുന്നു എന്നുള്ള $10 സാധനം $100 ആണെന്ന് പെരുപ്പിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ AI ബബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സുപ്രഭാതത്തിൽ AI കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്ന് പറയരുത്. AIയിൽ എന്തെങ്കിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതല്ലാതെ വെറുതെ കണ്ണും പൂട്ടി പൈസ ഇട്ട് കഴിഞ്ഞാൽ 8 നിലയ്ക്ക് പൊട്ടും. ഇത് ട്രംപിനും അറിയാം. അമേരിക്കയിൽ നാസ്ഡാക്കിൽ പ്രവർത്തിക്കുന്ന പരമാവധിയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് പലർക്കും ഈ വിഷയം അറിയാവുന്ന കാര്യമാണ്. ചൈന ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ബദലായിട്ടുള്ള ഒരു മാർക്കറ്റ്, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വേണ്ട ഒരുപാട് കീ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ചൈനയുടെ ഉള്ളിൽ. ചൈനയ്ക്ക് ഒരുപാട് ലെവറേജസ് ഉണ്ട് അമേരിക്കയെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കും അമേരിക്കയ്ക്ക് ചൈന ഒരു കോമ്പറ്റീറ്ററാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും ഇങ്ങനെ ഒരുമിച്ച് പൊക്കളയും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ മണ്ടത്തരം വേറെ ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല? പിന്നെയാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉള്ള ഒരുമിച്ച് പോക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, അതൊരിക്കലും മാറില്ല. അത് ബേസിക് ആണ്. കാരണം ചൈനയുമായിട്ട് അമേരിക്ക ഒരു ഫ്രണ്ട്ഷിപ്പിൽ വരുന്നുവെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. കാരണം ഈ ജിയോ പൊളിറ്റിക്സിൽ മേജർ പ്ലെയേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കോളനി പോലെയാണ്. ആ കോളനിയിൽ ചുറ്റിപ്പറ്റി കുറേ രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പോളിസി ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ ആകെ കൂടി കൺഫ്യൂഷൻ ആവും. അതേപോലെ ഒരു കൺഫ്യൂഷൻ മൈൻഡ് സെറ്റിലേക്ക് അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങൾ തള്ളപ്പെടും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഗുണം ചെയ്യുന്ന പരിപാടിയല്ല. അമേരിക്ക ഒറ്റ രാജ്യം ചൈനയുമായിട്ട് ഞങ്ങൾ ഓക്കെ മോഡിൽ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചൈനയും അമേരിക്കയും ചർച്ച നടത്തിയിട്ടും കാര്യങ്ങൾ നേരെ ചൊവ്വേ പോകാത്തത്? അമേരിക്ക ശരിക്കും അവർക്ക് റെയർ എർത്ത് എലമെന്റ്സിന് ആവശ്യമുണ്ട്. അവർ വന്നു ചർച്ച നടത്തി, റെയർ എർത്ത് എലമെന്റ്സ് തരണം എന്ന് പറഞ്ഞു, സംസാരിച്ചു, സോയാബീൻ വിൽക്കണം എന്നുണ്ടായി, അതെല്ലാം സംസാരിച്ചിട്ട് അവർ പോയി. പക്ഷേ ഇവിടെ മറ്റു സൈഡ് ഉണ്ട്. പോയാലും അവർക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ചൈനയുമായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് പറയും, നേരെ ചൊവ്വേ ഒരു റിലേഷൻഷിപ്പ് ചൈനയുമായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം പിന്നെ ചൈനയുടെ പുറകിൽ വരും. കാരണം അമേരിക്ക കൊടുക്കുന്ന പല സർവീസും ചൈന കൊടുക്കും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട്. എടുത്ത് ആ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായിട്ട് ബിസിനസ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വൻ വീഴ്ചയാണ്. സാമ്പത്തികമായിട്ടായാലും ശരി തന്നെ, ജിയോ പൊളിറ്റിക്കലി ആയാലും ശരി തന്നെ, പല തരത്തിലും ഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ്. ആ രീതിയിലുള്ള മണ്ടത്തരങ്ങളൊന്നും ഇവിടെ പ്രജുഡീസ് ആയിട്ട് ചിന്തിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ചൈന അവരുടേതായിട്ടുള്ള ഒരു പോളിസിയുമായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങും. പുതിയ വേൾഡ് ഓർഡർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.